ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാലൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഇതാണ്ട് ഈ ഒരാളെ ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പോകുന്നത്. നമുക്ക് കുറച്ച് ദിവസമായുള്ളൂ ആളെ കിട്ടിയിട്ട്. അപ്പം കിട്ടിയ സ്റ്റേജ് ഇങ്ങനെയായിരുന്നു. ഹെയറൊക്കെ ഫുള്ള് വളർന്നിട്ട് ജട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കൊണ്ടുപോയി വൃത്തിയാക്കി കൊണ്ടുവരാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഒരു 2-3 ദിവസമായുള്ളൂ നമുക്കിതിന് കിട്ടിയിട്ട്. അപ്പം പുതിയ ചുറ്റുപാടും ആളുകളൊക്കെ ആയതുകൊണ്ടായിരിക്കും അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അടുത്ത് ഒന്ന് അടുത്ത് വരാനൊക്കെ. പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും അത് ചെറുതായിട്ട് കടിക്കാൻ വരികയാണ്, ഇങ്ങനെ ചാടി അള്ളി കടിക്കാൻ വരുന്ന പോലെ വരികയാണ്. കുറച്ച് അഗ്രസീവാണ് ആള്. സമയമില്ല, ഇങ്ങോട്ട് നടക്ക്. ഇതാ ഡി വാ. ഈ നടന്ന് ഇന്ന് അവിടെ എല്ലാം അടച്ചു പോകും. വേഗം നടക്കും സാറ്. ഞാനും അമ്മയും ചേട്ടനും കൂടെയാണ് പോകുന്നത്. ഇപ്പം ചേട്ടൻ വരും ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനെ വണ്ടി കയറ്റാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് വണ്ടിയിൽ കയറുന്നേ ഇല്ലായിരുന്നു. ആകെ ബഹളമായി. ചാടി പോകാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി. പിന്നെ എങ്ങനെയൊക്കെയോ ഒരുവിധം അവിടെ അടക്കി ഇരുത്തിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം ഇറങ്ങിപ്പോകാനൊക്കെ ശ്രമിച്ചു. ഗ്ലാസ്സിലൊക്കെ ചാടിക്കയറി മൊത്തം ബഹളമായിരുന്നു. പിന്നെ ഒരുവിധം അവിടെ അടങ്ങിയിരുന്ന് ലാസ്റ്റ് നമ്മുടെ പെറ്റ് ഹോസ്പിറ്റലിൽ എത്താറായേ. ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു അവിടെ ചെയ്യുമോ, കാരണം ഞങ്ങളൊരു 3 മണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് സമയം പോയി കഴിഞ്ഞ് ചെയ്ത് തരത്തില്ലല്ലോ. അപ്പോൾ അവിടെ 24 hours ആയിരുന്നു അവിടെ ഒരു പെറ്റ് ഹോസ്പിറ്റലിൽ. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും ബുക്ക് ചെയ്യണമായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് വേറെ ഒരു ഗ്രൂമിങ് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിനെ ഗ്രൂമിങ് ചെയ്യാമെന്ന് പറഞ്ഞു. ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടു ചെന്നപ്പോൾ അവിടെ രജിസ്റ്റർ ഒക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ പൂച്ചയുടെ പേരും വയസ്സും ഒക്കെ പറഞ്ഞു കൊടുക്കണമായിരുന്നു. പിന്നെ പോയി അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി എന്നിട്ടാണ് അവർ ഗ്രൂമിങ് എന്താ ചെയ്യേണ്ടത്, ഫുള്ള് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഒന്നും ഫുള്ള് വൃത്തിയില്ലാതിരുന്നുകൊണ്ട് മൊത്തത്തിൽ ഗ്രൂമിങ് കുളിപ്പിച്ച് വൃത്തിയാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ അതിനൊരു ലീഷൊക്കെ മേടിച്ച് പിന്നെ 1.5 മണിക്കൂറാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു ഗ്രൂമിങ് ചെയ്തെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു 1.5 മണിക്കൂർ ആകുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ബെഡിൽ ജസ്റ്റ് ഒന്ന് കൊണ്ട് കിടത്തി അവർ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇവിടെ അല്ല ഗ്രൂമിങ് ചെയ്യുന്ന വേറൊരു റൂം പോലത്തെ എന്തോ സംഭവം ഉണ്ട്. അവിടെ പോയിട്ടാണ് അവർ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. പിന്നെ ഒരു 1.5 മണിക്കൂർ നമ്മളുടെ അടുത്ത് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിനെ ഫുൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം 1.5 മണിക്കൂർ അവിടെ വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സാധനമൊക്കെ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയി. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു, പച്ചക്കറിയൊക്കെ. അപ്പം അവളെ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് പോയി പച്ചക്കറിയെല്ലാം മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണേ. അങ്ങനെ പച്ചക്കറിയെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് തിരക്കി കഴിഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ട്. അന്നേരം കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെയും കുറച്ച് സമയം കൂടെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു ക്ലോക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. ചെന്നപ്പോഴാണ് ഞങ്ങൾ കൊടുത്ത ആളെ അല്ല, ആളാകെ മാറി ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അവർ. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ഹെയർ റിമൂവ് ചെയ്യുമെന്ന്. ഇത് പറ്റ വെട്ടിക്കളഞ്ഞവർ. ഇങ്ങനെ ഇരുന്നൊരു സാധനമാണ് ഇപ്പോൾ അവർ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ ഇത് എൻ്റെ സങ്കല്പത്തിൽ പെണ്ണായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് ഇതൊരാണായിരുന്നെന്ന്. പിന്നെ ഇവാൻ എന്നുള്ള പേര് ഇവാൻ ആക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ അവിടെ വന്നൊരു ലാബിൻ്റെ പപ്പി, അതിനെയൊക്കെ എടുത്ത് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത്. നല്ല ക്യൂട്ടായിരുന്നു ഈ ഒരു പപ്പീനെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു 3 month ആയിരുന്നു. പിന്നെ ഇതിനെന്തോ വാക്സിനേഷനോ അങ്ങനെ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നു. അങ്ങനെ അതിനെ എടുത്ത് കുറച്ച് സമയം ഫോട്ടോയൊക്കെ എടുത്ത്. എന്നാലും നമ്മുടെ പൂച്ചയുടെ ഹെയർ ഇത്രയും റിമൂവ് ആക്കി കളയുമെന്ന് വിചാരിച്ചില്ല. അവർ പറഞ്ഞത് ഒരുപാട് ജടയായി പോയി, അപ്പം ഇത്രയും ആക്കി കളഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നല്ല ഹെയർ കിളിച്ചു വരുമെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു പപ്പീൻ്റെ കാലിന് എന്തോ ഒരു ഫ്രാക്ചർ ആയിരുന്നേ. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ വരുന്നത് വരെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വരെ ഇത് പെണ്ണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ കൊണ്ടുവന്നപ്പോഴാണ് ആണാണെന്ന് മനസ്സിലായത്. പേര് പറഞ്ഞു കൊടുത്തപ്പോഴും ഫീമെയിൽ ഇവാന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇനി പേര് മാറ്റണം. ആൾ ഭയങ്കര ദേഷ്യമുഖമാണ്. എനിക്ക് അങ്ങോട്ട് അതിനെ നമ്മൾ ചിലപ്പോഴൊക്കെ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും അങ്ങ് കടിക്കാൻ വരുന്ന പോലെ അങ്ങ് ആക്കുമായിരുന്നു.
ചിലപ്പോൾ ഇത്രയും വലുതായതിന് ശേഷം കിട്ടിയോണ്ടായിരിക്കും നമ്മുടെ അടുക്കാനൊക്കെ കുറച്ച് താമസം. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് സെറ്റ് ആവുമായിരിക്കും. അങ്ങനെ ആള് കുളിപ്പിച്ച് സെറ്റായതിൻ്റെ ഒരു ഇതിലേക്ക് ഇരിക്കുകയാണ് മടിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.